ഇംഗ്ലീഷിൽ ചില വാക്കുകൾ ഒരുമിച്ച് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് ആൻഡ് ഫുഡ്, ഈ രണ്ട് വാക്കുകളും ഒരുമിച്ച് ചേരുമ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസായിട്ട് മാറി ഫാസ്റ്റ് ഫുഡ്. അതുപോലെ തന്നെയാണ് ഹെവി റെയിൻ, സ്ട്രോങ് വിൻഡ് എന്നൊക്കെ പറയുന്നത്. ഇത്തരം വാക്കുകളെ കൊളോക്കേഷൻസ് എന്നാണ് പറയുന്നത്. ഇത്തരം വാക്കുകൾ ഒരുമിച്ച് സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ചില കൊളോക്കേഷൻസ് ആണ്. ലൂസ് പേഷ്യൻസ്, ക്ഷമ നശിക്കുക. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കൊളോക്കേഷൻ ആണ്. ഇംപേഷ്യൻ്റ് ആവുക എന്ന് പറയില്ലേ, അക്ഷമനാവുക. ദ കസ്റ്റമേഴ്സ് സ്റ്റാർട്ടഡ് ടു ലൂസ് പേഷ്യൻസ് വിത്ത് ദ സ്ലോ സർവീസ്. വളരെ സ്ലോ ആയ സർവീസ് കൊണ്ട് കസ്റ്റമേഴ്സിന് ക്ഷമ നശിക്കാൻ തുടങ്ങി. ദ കസ്റ്റമേഴ്സ് സ്റ്റാർട്ടഡ് ടു ലൂസ് പേഷ്യൻസ് വിത്ത് ദ സ്ലോ സർവീസ്. മീറ്റ് എ ഡെഡ് ലൈൻ. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് സമയപരിധി. മീറ്റ് എ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ സമയപരിധി പാലിക്കുക. വി ഓൾവേസ് മീറ്റ് എ ഡെഡ് ലൈൻ അറ്റ് വർക്ക്. ജോലി സ്ഥലത്ത് ഞങ്ങൾ എപ്പോഴും ഒരു സമയപരിധി പാലിക്കാറുണ്ട്. സ്പെൻഡ് ടൈം, സമയം ചിലവഴിക്കുക. ഐ ലൈക്ക് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. സേവ് ടൈം, സമയം ലാഭിക്കുക. ദിസ് ഷോർട്ട് കട്ട് വിൽ സേവ് ടൈം. ഈ ഷോർട്ട് കട്ട് കൊണ്ട് സമയം ലാഭിക്കാം. വേസ്റ്റ് ടൈം, സമയം വേസ്റ്റ് ചെയ്യുക, സമയം നഷ്ടപ്പെടുത്തുക. ഡോണ്ട് വേസ്റ്റ് ടൈം വറിയിങ് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി വേവലാതിപ്പെട്ടുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തല്ലേ. ടേക്ക് ടൈം, സമയം എടുക്കുക. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് വിൽ ടേക്ക് ടൈം. സോ പേഷ്യൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പുതിയ ഒരു ഭാഷ പഠിക്കുന്നത് സമയം എടുക്കും. അതുകൊണ്ട് ക്ഷമ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ്, ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഐ ഹാവ് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ ഡോക്ടർ. എനിക്ക് ഡോക്ടറുടെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇംപ്രൂവ് ഹെൽത്ത്, ആരോഗ്യം മെച്ചപ്പെടുത്തുക. റെഗുലർ എക്സസൈസ് ക്യാൻ ഇംപ്രൂവ് ഹെൽത്ത്. പതിവായ എക്സസൈസ് കൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഏൺ എ ലിവിങ്, ജീവിക്കാനുള്ള പൈസ സമ്പാദിക്കുക. മെനി പീപ്പിൾ ഏൺ എ ലിവിങ് ബൈ വർക്കിംഗ് ഓൺലൈൻ. ഓൺലൈൻ വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കാനുള്ള പൈസ സമ്പാദിക്കാറുണ്ട്. ഗോ ഷോപ്പിംഗ്, ഷോപ്പിങ്ങിന് പോവുക. വി യൂഷ്വലി ഗോ ഷോപ്പിംഗ് അറ്റ് ദ വീക്കെൻഡ് ടു സേവ് ടൈം. സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സാധാരണയായിട്ട് വീക്കെൻഡിലാണ് ഷോപ്പിങ്ങിന് പോകാറുള്ളത്. ഇന്ന് പഠിച്ച കൊളോക്കേഷൻസ് എല്ലാം നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളതാണ്. സംസാരിക്കുമ്പോഴൊക്കെ ഇത്തരം കൊളോക്കേഷൻസ് ഉപയോഗിക്കാൻ ശീലിക്കുക.